ഹലോ പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയേലച്ചൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിൽ പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെന്ന് തോന്നുന്ന പക്ഷം biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് ദിവസം 112. ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ 1 സാമുവേൽ അധ്യായം 20 അത് വായിച്ചതിന് ശേഷം 142 സങ്കീർത്തനവും അത് പ്രാർത്ഥനയായും നാം ഉപയോഗിക്കുന്നു. ഇന്നത്തെ വായനയിൽ ദാവീദും ജോനാഥനും തമ്മിലുള്ള ആഴമായ സൗഹൃദത്തിൻ്റെ കണ്ണുകളെ ഈറനണിയിക്കുന്ന മറ്റൊരു ഹൃദയസ്പർശിയായ എപ്പിസോഡാണ് നാം വായിക്കാനായി പോകുന്നത്. പതിവ് പോലെ ഞാൻ വായിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. വചനം വായിച്ച് തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 സാമുവേൽ അധ്യായം 20. ജോനാഥാൻ സഹായിക്കുന്നു. ദാവീദ് റാമായിലെ നായോത്തിൽ നിന്ന് പലായനം ചെയ്ത് ജോനാഥാൻ്റെ മുമ്പിലെത്തി ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്തത്? എന്താണ് എൻ്റെ കുറ്റം? എൻ്റെ ജീവൻ തേടാൻ മാത്രം നിൻ്റെ പിതാവിൻ്റെ മുമ്പിൽ എന്താണ് എൻ്റെ പാപം? അയാൾ അവനോട് പറഞ്ഞു, അത് സംഭവിക്കാതിരിക്കട്ടെ, നീ മരിക്കുകയില്ല. ഇതാ, ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും എന്നെ അറിയിക്കാതെ എൻ്റെ പിതാവ് ചെയ്യാറില്ല. പിന്നെ എന്തിന് പിതാവ് ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു? അങ്ങനെയാവില്ല. ദാവീദ് വീണ്ടും ആണയിട്ട് പറഞ്ഞു, നിന്റെ ദൃഷ്ടികളിൽ ഞാൻ അനുഭാവം കണ്ടെത്തിയിട്ടുണ്ടെന്ന് നിന്റെ പിതാവിന് നന്നായി അറിയാം. അതിനാൽ ജോനാഥാൻ ദുഃഖിക്കാതിരിക്കാൻ ഇതവൻ അറിയണ്ട എന്ന് അവൻ വിചാരിച്ചു കാണും. എന്നാൽ ജീവിക്കുന്ന കർത്താവാണേ, നിന്റെ ജീവനാണേ, ഞാനും മരണവും തമ്മിൽ ഒരു ചുവട് അകലമേയുള്ളൂ തീർച്ച. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, നീ ആത്മാർത്ഥമായി പറയുന്നതെന്തും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. ദാവീദ് ജോനാഥാനോട് പറഞ്ഞു, ഇതാ, നാളെ അമാവാസിയാണ്. ഞാൻ രാജാവിനോടൊത്ത് നിശ്ചയമായും ഭക്ഷിക്കാനിരിക്കേണ്ടതാണ്. പക്ഷേ 3-ാം സന്ധ്യ വരെ വയലിൽ ഒളിച്ചിരിക്കാൻ നീ എന്നെ വിട്ടയക്കണം. നിന്റെ പിതാവെന്നെ നിർബന്ധപൂർവം തിരക്കിയാൽ കുടുംബം മുഴുവനും വേണ്ടിയുള്ള ഒരു വാർഷിക ബലിയുള്ളതിനാൽ തൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഓടിച്ചെല്ലാൻ ദാവീദ് എന്നോട് അടിയന്തരമായി ഒഴിവ് ചോദിച്ചിരുന്നു എന്ന് നീ പറയണം. അപ്പോൾ കൊള്ളാം എന്നാണ് അവൻ പറയുന്നതെങ്കിൽ നിന്റെ ദാസന് ശുഭം. മറിച്ച് അവനേറെ കോപിക്കുകയാണെങ്കിൽ തീർച്ചയായും അവനിൽ നിന്ന് എനിക്ക് തിന്മ ഉറപ്പായിരിക്കുന്നെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ആകയാൽ ഈ ദാസൻ്റെ മേൽ കാരുണ്യം കാണിക്കണം. നിന്റെ ദാസനെ കർത്താവിൻ്റെ നാമത്തിൽ നീയുമായി ഒരു ഉടമ്പടിയിൽ നീ എത്തിച്ചിട്ടുണ്ടല്ലോ. എന്നിൽ കുറ്റമുണ്ടെങ്കിൽ നീ തന്നെ എന്നെ കൊല്ലുക. നീ ഇങ്ങനെ നിന്റെ പിതാവിൻ്റെ പക്കൽ വരെ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത്? ജോനാഥാൻ പറഞ്ഞു, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ നിനക്കെതിരെ എൻ്റെ പിതാവിൽ നിന്ന് ഉറപ്പായും തിന്മ വരുന്നെന്ന് കൃത്യമായി ഞാൻ അറിഞ്ഞാൽ അത് നിന്നോട് ഞാൻ വിവരിക്കാതിരിക്കുമോ? അപ്പോൾ ദാവീദ് ജോനാഥാനോട് ചോദിച്ചു, നിന്റെ പിതാവ് നിന്നോട് പരുഷമായി പ്രത്യുത്തരിക്കുന്നെന്ന് ആര് അഥവാ എങ്ങനെ എന്നോട് വിവരിക്കും? വരൂ, നമുക്ക് വിജനപ്രദേശത്തേക്ക് പോകാം എന്ന് ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു. അവരിരുവരും വിജനപ്രദേശത്തേക്ക് പുറപ്പെട്ടു. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, കർത്താവ് ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കെ 3-ാം ദിനമായ നാളെ ഇതേ സമയത്ത് എൻ്റെ പിതാവിനെ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കും. അദ്ദേഹം ദാവീദിനോട് അനുകൂലമാണെങ്കിൽ അപ്പോൾ തന്നെ നിനക്ക് ആളയച്ച് ഞാൻ നിന്നെ അറിയിക്കുകയില്ലേ? കർത്താവ് ജോനാഥാനോട് ഇപ്രകാരവും ഇതിലധികവും ചെയ്യട്ടെ. നിന്റെ മേലുള്ള ദ്രോഹമാണ് എൻ്റെ പിതാവിന് താല്പര്യമെങ്കിൽ നിന്നോട് ഞാനത് വെളിപ്പെടുത്തും. ഞാൻ നിന്നെ പറഞ്ഞയക്കുകയും നീ സുരക്ഷിതനായി പോവുകയും ചെയ്യും. കർത്താവ് എൻ്റെ പിതാവിനോടുകൂടെ ഉണ്ടായിരുന്നതുപോലെ കർത്താവ് നിന്നോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ജീവനോടെ ഞാൻ ഇനി ഉണ്ടായിരിക്കുകയില്ലെങ്കിലും നീ എന്നോട് കർത്താവിൻ്റെ കാരുണ്യം കാണിക്കാതെ ഞാൻ മരിച്ചാലും എൻ്റെ ഭവനത്തോടുള്ള നിന്റെ കാരുണ്യം നീ ഒരിക്കലും വിച്ഛേദിക്കരുത്. ഭൂമുഖത്ത് നിന്ന് ദാവീദിൻ്റെ ശത്രുക്കളെ ഓരോരുത്തരെയും കർത്താവ് വിച്ഛേദിക്കുമ്പോഴും അത് പാടില്ല. കർത്താവ് ജോനാഥാനെ വിച്ഛേദിക്കുന്നത് ദാവീദിൻ്റെ ഭവനത്തോടൊപ്പമായിരിക്കട്ടെ. അന്വേഷിക്കുന്നത് ദാവീദിൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നാകട്ടെ. ദാവീദിനോടുള്ള തൻ്റെ സ്നേഹത്താൽ ജോനാഥാൻ അവനെക്കൊണ്ട് സത്യം ചെയ്യിക്കുന്നത് ആവർത്തിച്ചു. എന്തെന്നാൽ സ്വന്തം പ്രാണനോടുള്ള സ്നേഹം പോലെ അയാളെ അവൻ സ്നേഹിച്ചു. ജോനാഥാൻ അവനോട് പറഞ്ഞു, നാളെ അമാവാസിയാണ്.
നിന്റെ ഇരിപ്പിടം ശ്രദ്ധിക്കപ്പെടുമ്പോൾ നിന്റെ അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെടും. നീ 3-ാം നാൾ പിന്നിടുമ്പോൾ ആ ധാരണാദിനത്തിൽ നീ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് ഏസൽ ശിലയ്ക്ക് സമീപം ഇരിക്കണം. അപ്പോൾ ഞാൻ ഒരു വശത്തേക്ക് എനിക്ക് അയക്കാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് 3 അമ്പുകൾ എയ്യും. എന്നിട്ട് പോയി അമ്പുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞ് ഇതാ ഞാനൊരു ഭൃത്യനെ അയക്കും. ഭൃത്യനോട് ഇതാ അമ്പുകൾ നിന്റെ ഇപ്പുറത്താണ്, അവ ഇവിടേക്ക് എടുത്തുകൊണ്ട് വരിക എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞാൽ വന്നുകൊള്ളുക. എന്തെന്നാൽ ജീവിക്കുന്ന കർത്താവാണേ, നിനക്ക് ശുഭം തന്നെ, ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇതാ അമ്പുകൾ നിന്റെ അപ്പുറത്താണ്, മാറിപ്പോവുക എന്നിങ്ങനെയാണ് യുവാവിനോട് ഞാൻ പറയുന്നതെങ്കിൽ വിട്ടുപൊയ്ക്കൊള്ളുക. എന്തെന്നാൽ കർത്താവ് നിന്നെ അയച്ചിരിക്കുന്നു. ഞാനും നീയും സംസാരിച്ച ഈ വചനം ഇതാ എനിക്കും നിനക്കുമിടയിൽ എന്നേക്കും കർത്താവുണ്ട്. ദാവീദ് വിജനപ്രദേശത്ത് ഒളിച്ചിരുന്നു. അമാവാസിയായി. രാജാവ് ഭക്ഷണത്തിനടുത്ത് അത് കഴിക്കാനായി ഇരുന്നു. രാജാവ് മറ്റവസരങ്ങളിലെ പോലെ തൻ്റെ ഇരിപ്പിടത്തിൽ ഭിത്തിയോട് ചേർന്നുള്ള ഇരിപ്പിടത്തിലിരുന്നു. യോനാഥാൻ നിൽക്കുകയായിരുന്നു. അബ്നേർ സാവൂളിൻ്റെ ഒരു വശത്തിരുന്നു. ദാവീദിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കപ്പെട്ടു. സാവൂൾ അന്ന് ഒന്നും ഉരിയാടിയില്ല. കാരണം അശുദ്ധനാകും വിധം അവനെന്തോ സംഭവിച്ചിരിക്കണം. അവൻ തീർച്ചയായും ശുദ്ധിയുള്ളവനല്ല എന്ന് അയാൾ കരുതി. പിറ്റേന്നായപ്പോൾ അമാവാസിയുടെ 2-ാം തീയതിയും ദാവീദിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കപ്പെട്ടു. സാവൂൾ പുത്രനായ യോനാഥാനോട് ചോദിച്ചു, ജസ്സയുടെ മകൻ ഇന്നലെയോ ഇന്നോ ഭക്ഷണത്തിന് വരാതിരുന്നതെന്താണ്? യോനാഥാൻ സാവൂളിനോട് പ്രത്യുത്തരിച്ചു, ബേത്ലഹേം വരെ പോകാൻ ദാവീദ് എന്നോട് അനുവാദം ചോദിച്ചിരുന്നു. പട്ടണത്തിൽ ഞങ്ങൾക്കായി ഒരു കുടുംബ ബലിയുള്ളതിനാൽ എന്നെ വിട്ടയച്ചാലും അതിനായി എൻ്റെ സഹോദരൻ തന്നെ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ നിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ധൃതിയിൽ ചെന്ന് എൻ്റെ സഹോദരന്മാരെ കാണട്ടെ എന്ന് അവൻ പറഞ്ഞു. അതിനാലാണ് രാജാവിൻ്റെ മേശയിലേക്ക് അവൻ വരാതിരുന്നത്. അപ്പോൾ സാവൂളിൻ്റെ കോപം യോനാഥാനെതിരെ ജ്വലിച്ചു. ദുശ്ശാഠ്യക്കാരിയായ കുലടയുടെ പുത്ര, നിന്റെ നാണക്കേടിനും നിന്റെ അമ്മയുടെ നഗ്നതയുടെ നാണക്കേടിനുമാണ് നീ ജസ്സയുടെ പുത്രനെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ലേ? ജസ്സയുടെ പുത്രൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നീയോ നിന്റെ രാജ്യമോ സുസ്ഥാപിതമാകുകയില്ല. അതുകൊണ്ട് ആളയച്ച് അവനെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരിക. എന്തെന്നാൽ അവൻ മരിക്കാനുള്ളവനാണ്. യോനാഥാൻ തൻ്റെ പിതാവ് സാവൂളിനോട് പ്രത്യുത്തരിച്ചു. അവൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിന് അവൻ വധിക്കപ്പെടണം? അവൻ എന്തു ചെയ്തു? അപ്പോൾ അവനെ കൊല്ലാൻ സാവൂൾ അവൻ്റെ നേരെ കുന്തമെറിഞ്ഞു. ദാവീദിനെ കൊല്ലാൻ തന്നെയാണ് തൻ്റെ പിതാവിൽ നിന്നുള്ള തീരുമാനമെന്ന് യോനാഥാന് മനസ്സിലായി. യോനാഥാൻ മേശയിൽ നിന്ന് കോപാക്രാന്തനായി എഴുന്നേറ്റു. മാസത്തിൻ്റെ 2-ാം ദിവസമായ അന്ന് അവൻ ഭക്ഷണം കഴിച്ചില്ല. എന്തെന്നാൽ തൻ്റെ പിതാവ് ദാവീദിനെ അപമാനിച്ചത് നിമിത്തം അയാളെ പ്രതി അവൻ അസ്വസ്ഥനായിരുന്നു. ദാവീദുമായി നിശ്ചയിച്ച സമയത്ത് പ്രഭാതത്തിൽ യോനാഥാൻ വിജനപ്രദേശത്തേക്ക് പുറപ്പെട്ടു. ബാലനായ ഒരു ഭൃത്യനും അവൻ്റെ കൂടെയുണ്ടായിരുന്നു. അവൻ ഭൃത്യനോട് പറഞ്ഞു, നീ ഓടിച്ചെന്ന് ഞാൻ ഈ അമ്പുകൾ കണ്ടെടുത്താലും. ഭൃത്യനോടുമ്പോൾ അവനെ മറികടക്കുന്നതിന് അവൻ ഒരമ്പ് എയ്ത് വിട്ടു. യോനാഥാൻ എയ്ത് അമ്പിൻ്റെ സ്ഥാനം വരെ ഭൃത്യൻ ചെന്നപ്പോൾ യോനാഥാൻ ഭൃത്യന് പിന്നാലെ വിളിച്ചു പറഞ്ഞു, അമ്പ് നിന്റെ അപ്പുറത്തല്ലേ, പെട്ടെന്ന് വേഗമാകട്ടെ, നീ നിൽക്കരുത് എന്നും യോനാഥാൻ ഭൃത്യന് പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. യോനാഥാൻ്റെ ഭൃത്യൻ അമ്പ് പെറുക്കിയെടുത്ത് തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് ചെന്നു. ഭൃത്യനൊന്നും മനസ്സിലായില്ല. യോനാഥാനും ദാവീദിനും മാത്രമേ കാര്യം അറിയാമായിരുന്നുള്ളൂ. യോനാഥാൻ തൻ്റെ ആയുധങ്ങൾ ഭൃത്യനെ ഏൽപ്പിച്ചിട്ട് നഗരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് അവനോട് പറഞ്ഞു. ഭൃത്യൻ പോയപ്പോൾ ദാവീദ് തെക്കേപ്പുറത്തു നിന്ന് എഴുന്നേറ്റ് നിലത്തേക്ക് മുഖം മുട്ടെ 3 പ്രാവശ്യം വണങ്ങി. അവർ പരസ്പരം ചുംബിച്ചു. ദാവീദ് ശക്തി പ്രാപിക്കും വരെ അവർ ഒന്നിച്ച് കരഞ്ഞു. യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, സമാധാനത്തിൽ പോവുക. എനിക്കും നിനക്കുമിടയിലും എൻ്റെ സന്തതിക്കും നിന്റെ സന്തതിക്കുമിടയിലും കർത്താവ് എന്നേക്കും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്തൃനാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ടല്ലോ. സങ്കീർത്തനങ്ങൾ 142. പരിത്യക്തൻ്റെ പ്രാർത്ഥന. ദാവീദിൻ്റെ പ്രബോധനഗീതം. അവൻ ഗുഹയിലായിരുന്നപ്പോൾ. പ്രാർത്ഥന. കർത്താവിങ്കലേക്ക് എൻ്റെ സ്വരമുയർത്തി ഞാൻ നിലവിളിക്കുന്നു. കർത്താവിങ്കലേക്ക് എൻ്റെ സ്വരമുയർത്തി ഞാൻ യാചിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതി ചൊരിയുന്നു. എൻ്റെ ദുരിതം ഞാൻ അവിടുത്തെ മുമ്പിൽ വിവരിക്കുന്നു. എൻ്റെ മനം തളരുമ്പോൾ അങ്ങാണെൻ്റെ പാത അറിയുന്നത്. ഞാൻ നടക്കുന്ന മാർഗത്തിൽ അവർ എനിക്ക് കെണിവച്ചിരിക്കുന്നു. വലത്തുവശത്തേക്ക് നോക്കി അങ്ങ് കാണണമേ. എന്നോടാർക്കും പരിഗണനയില്ല. അഭയം എന്നിൽ നിന്ന് പൊയ്പോയിരിക്കുന്നു. എൻ്റെ ജീവൻ ഗവനിക്കുന്നവനില്ല. കർത്താവെ, ഞാൻ അങ്ങയുടെ നേർക്ക് നിലവിളിക്കുന്നു. ഞാൻ പറഞ്ഞു, അങ്ങാണെൻ്റെ അഭയം, ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ ഓഹരി.
എൻ്റെ രോദനത്തിന് നേർക്ക് ശ്രദ്ധ തിരിക്കണമേ. എന്തെന്നാൽ ഞാൻ തീർത്തും തളർന്നിരിക്കുന്നു. എന്നെ പിന്തുടരുന്നവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അവർ എന്നേക്കാൾ ശക്തരായിരിക്കുന്നല്ലോ. അങ്ങയുടെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാനായി തടവറയിൽ നിന്ന് എൻ്റെ ആത്മാവിനെ പുറത്തു കൊണ്ടുവരണമേ. അങ്ങ് എനിക്ക് പ്രതിഫലം തരുമ്പോൾ നീതിമാന്മാർ എൻ്റെ ചുറ്റും കൂടും. പ്രിയമുള്ളവരെ, ദാവീദിനോടുള്ള അഗാധമായ സ്നേഹം മൂലം ദാവീദിനെ ജോനാഥാൻ സംരക്ഷിക്കുന്നതും ദാവീദും ജോനാഥാനും തമ്മിലുള്ള അഗാധമായ ഇഴയടുപ്പത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും വായനയുമാണ് നമ്മൾ നടത്തിയത്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, ഈ മണിക്കൂറിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. വചനവായനയിൽ അനസ്യൂതമായി തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കാരുണ്യവും കൃപയുമാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. ഞങ്ങൾക്ക് നീ തന്ന ജീവിതത്തിലെ ബന്ധങ്ങളെ ആദരവോടും സ്നേഹത്തോടും കാണാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. മറ്റെല്ലാ നേട്ടങ്ങൾക്കും ഉപരി ഹൃദയബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കാനും നിർമ്മലമായി മറ്റുള്ളവരെ സ്നേഹിക്കാനും നഷ്ടങ്ങൾ സഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹം നിലനിർത്താനും ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൽ എവിടെയെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞു പോയെങ്കിൽ കർത്താവെ, വിള്ളലുകളെ അങ്ങ് വിളക്കി ചേർക്കണമേ. ഞങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ലേപനം അങ്ങ് പുരട്ടണമേ. രമ്യതയിലും സമാധാനത്തിലും ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. സന്തോഷവും സമാധാനവും ഇവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് നിറയ്ക്കണമേ. ഏതെങ്കിലും ജീവിത ദുരന്തങ്ങളിലൂടെ ഇന്നിവർ കടന്നു പോകുന്നെങ്കിൽ കർത്താവെ, ഇവരുടെ ഹൃദയത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദാവീദും ജോനാഥാനും തമ്മിലുണ്ടായിരുന്ന വളരെ ആഴമായ ഒരു സ്നേഹബന്ധത്തിൻ്റെ കണ്ണുകളെ ഈറനണിയിക്കുന്ന, ഹൃദയത്തെ ആർദ്രമാക്കുന്ന, മനസ്സിനെ ഏതൊക്കെയോ നിർമ്മലമായ ചില ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അധ്യായമാണ് നമ്മൾ വായിച്ചത്. ദാവീദിനെ സംരക്ഷിച്ചതിനാലും സ്നേഹിച്ചതിനാലും ജോനാഥാന് നഷ്ടപ്പെടാൻ പോകുന്നത് തൻ്റെ രാജസ്ഥാനമാണ്. പക്ഷെ അപ്പോഴും അയാൾ തനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയോ അതിനെ മുഖവിലക്കെടുക്കുകയോ ചെയ്യാതെ നിർമ്മലമായ ഒരു ബന്ധത്തെ ഒരു തിരി അണയാതെ കാത്തുവെച്ചതുപോലെ അയാൾ കാത്തു സൂക്ഷിക്കുന്നു. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കച്ചവടമാണ്. ബന്ധത്തിൽ ആരും കണക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കാറില്ല. C.S. ലൂയിസിൻ്റെ 4 ലവ്സ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 4 തരം സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമത്തെ സ്നേഹം അദ്ദേഹം വിളിക്കുന്ന വാക്ക് സ്റ്റോർഗേ എന്നാണ്. അത് ഇംഗ്ലീഷിൽ അഫെക്ഷൻ, ഇഷ്ടം എന്ന് ഭാഷാന്തരം ചെയ്യാം. മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന ഇഷ്ടം, അടുപ്പം, സ്റ്റോർഗേ. രണ്ടാമത്തെ സ്നേഹം അദ്ദേഹം പറയുന്നത് ഈറോസ് എന്നാണ്. അത് ജഡനിബദ്ധമായ, മാംസനിബദ്ധമായ സ്നേഹമാണ്, ഇറോട്ടിക് ലവ്. അതിൽ സ്നേഹത്തെക്കാൾ ഉപരി കാമമാണ് നിഴലിക്കുന്നത്. മൂന്നാമത്തേത് ഫീലിയ. അതാണ് ബ്രദർലി ലവ് അഥവാ സഹോദര തുല്യമായ സ്നേഹം. ദാവീദും ജോനാഥാനും തമ്മിലുള്ള സ്നേഹത്തെ നമുക്ക് ഈ മൂന്നാമത്തെ ഗണത്തിൽപ്പെടുത്താം, സഹോദര തുല്യമായ ഒരു സ്നേഹം. ഇനി നാലാമതൊരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് അഗാപ്പെ. അതാണ് ക്രിസ്തീയ സ്നേഹം. സ്വയം ഇല്ലാതായും സ്വന്തം ജീവൻ ബലി കൊടുത്തും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന നിസ്വാർത്ഥമായ, നിസ്തുലമായ ക്രിസ്തീയ സ്നേഹം. ഫീലിയായുടെയും അഗാപ്പയുടെയും ഇടയ്ക്കായിരുന്നു ദാവീദും ജോനാഥാനും തമ്മിലുണ്ടായിരുന്ന ആ സ്നേഹബന്ധം. ഇവർ തമ്മിൽ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ പരിസരബോധം വരുന്നതുവരെ ദാവീദ് കരയുകയാണ്. ഒരിക്കലും വിട്ടുപിരിയാനാവാത്ത വിധം അത്രയധികമായിരുന്നു ഇവർ തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ആഴം. ഇന്ന് ഈ വായനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് തന്ന ബന്ധങ്ങളെ ഒരു നിമിഷം ഒന്ന് കണ്ണുപൂട്ടി സ്നേഹത്തോടെ ഹൃദയം കൊണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പനാവാം, അമ്മയാവാം, മക്കളാവാം, ജീവിത പങ്കാളിയാവാം, സൗഹൃദങ്ങളാവാം. ജീവിതത്തിൽ ബന്ധങ്ങളെ വിളിക്കാൻ ഈശോ ഉപയോഗിച്ച വാക്ക് പിതാവേ, അങ്ങ് എനിക്ക് തന്നവർ എന്ന പ്രയോഗമാണ്. എല്ലാ നല്ല ബന്ധങ്ങളും ദൈവം ഭൂമിക്ക് മീതെ വെച്ച് നീട്ടിയ അമൂല്യമായ ദാനങ്ങളിലൊന്നാണ്. ആരോഗ്യം പോലെയാണ് സൗഹൃദം. നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളതിൻ്റെ വിലയറിയുന്നത്. വിട പറയുമ്പോഴാണ് സ്നേഹം അതിൻ്റെ ആഴമറിയുന്നതെന്ന് ഖലിൽ ജിബ്രാൻ എഴുതിയിട്ടുണ്ട്. വേർപാടിൻ്റെ നിമിഷം എത്തുമ്പോഴാണ് സ്നേഹം അതിൻ്റെ ആഴം അറിയുന്നത്. ദൈവം നമുക്ക് തന്ന എല്ലാ നല്ല ബന്ധങ്ങളെയും പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്താനും ബന്ധങ്ങളെ കുറെ കൂടി ഗൗരവമായി കാണാനും
ദാവീദിൻ്റെയും ജോനാഥൻ്റെയും ജീവിത സംഭവങ്ങൾ നമ്മളെ സഹായിക്കും. നഷ്ടങ്ങൾ സഹിച്ച് സ്നേഹിക്കാൻ അത് നമ്മളെ പ്രചോദിപ്പിക്കും. ഇനി ബൈബിളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏത് നിർമ്മല സ്നേഹവും അഗാപ്പെ സ്നേഹം തരാൻ ഈ വായനയുടെ അന്ത്യത്തിൽ കാത്തു നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലുകളാണ്. ക്രിസ്തുവിനോളം നമ്മെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ ക്രിസ്തു സ്നേഹിക്കുന്നത് പോലെ ആരും നമ്മെ സ്നേഹിച്ചിട്ടുമില്ല, സ്നേഹിക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഉന്മാദിയെപ്പോലെ ഒടുവിൽ പൗലോസ് എന്ന യേശുവിൻ്റെ സമകാലികൻ, ആ പഴയ റബ്ബി, ഒരു ഉന്മാദത്തോടെ ഇങ്ങനെ വിളിച്ചു പറയും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഈ ദിവസം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഏതെങ്കിലും ഒരു നിമിഷം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും ഒരിക്കൽ കൂടി അവരോടുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ സത്യസന്ധതയെ അവർക്ക് ഒന്നുകൂടി ഉറപ്പിച്ചു കൊടുക്കാനും ഇന്ന് നിങ്ങൾ സമയം കണ്ടെത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നാളെ ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം നയിക്കുന്ന ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ യാത്രയിൽ നമ്മെ സഹായിക്കുന്ന അനേകം ആളുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേദനയുടെയും രോഗത്തിൻ്റെയും നടുവിലും ഈ വചന വായനയിൽ നിങ്ങൾ പങ്കുചേരുന്നത് കർത്താവിൻ്റെ കൃപയാലാണ്. നിങ്ങളുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, സ്നേഹിതരോട് ഈ വചന വായന പദ്ധതിയെക്കുറിച്ച് പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്ത് സുവിശേഷ വേലയിൽ നിങ്ങൾ പങ്കാളികളാകുമല്ലോ. നല്ലൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. നിങ്ങളെ വീണ്ടും കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ഞാൻ ഡാനിയേലച്ചൻ. ശുഭദിനം നേർന്നുകൊണ്ട് പീസ്.